അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആത്മീയ ചൂഷണം നടത്തി കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന നൂറെ ഹബീബി നാറ്റക്കോയ തങ്ങളുടെ മജ്ലിസിന്റെ മഹത്വമായിക്കൊണ്ട് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട്. ഈ വല്ലാത്ത വർക്കത്തുള്ള മജ്ലിസിന്റെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ജില്ലകൾ തോറും ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ സ്ത്രീകളെ അഡ്മിന്മാരാക്കി അവരുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അഡ്മിനാക്കി അങ്ങനെ വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് ഒരുപാട് സ്ത്രീകളെ ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. അതിലൂടെ അദ്ദേഹം നടത്തുന്ന ഈ മജ്ലിസിലേക്ക് സ്ത്രീകളടക്കമുള്ള ആളുകൾ കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മജ്ലിസിന് വല്ലാത്ത മഹത്വവും ബർക്കത്തും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അതിലൂടെ അദ്ദേഹം കോടികളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ബർക്കത്ത് ആ മജ്ലിസിനുണ്ട്. ഇങ്ങനെയുള്ള മജ്ലിസിന്റെ മഹത്വവും ബർക്കത്തും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ മകന്റെ മദ്യപാനം നിൽക്കാൻ വേണ്ടി ഈ മജ്ലിസിൽ വന്നിരിക്കുകയാണ്. അവരുടെ മകൻ സ്ഥിരമായി മദ്യപിക്കുന്നവനാണ്. ആ മദ്യപാനം നിർത്തണം, അതിനുവേണ്ടി ഈ മജ്ലിസിൽ വന്നിരിക്കുകയാണ് ആ സ്ത്രീ. അങ്ങനെ വന്നിരുന്നപ്പോൾ അവരുടെ മകൻ മദ്യപാനം നിർത്തുകയും ചെയ്തു. എന്നാൽ ആ മദ്യപാനം നിർത്തിയതിനു ശേഷം ഈ മജ്ലിസിൽ വന്നിരുത്തം ആ സ്ത്രീ അങ്ങോട്ടേക്ക് നിർത്തി. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നാറ്റക്കോയ തന്നെ പറഞ്ഞുതരും. മുക്കത്തൊരു സഹോദരി മജ്ലിസ് കാണാൻ തുടങ്ങി. വർഷങ്ങളോളായി മകൻ കല്ലുകുടിക്കുന്നു. കല്ലുകുടി നിർത്തിയപ്പോൾ മജ്ലിസ് കാണാതായി. എന്താണ് സംഭവിച്ചത്? മദ്യപാനം നിർത്തിയപ്പോൾ മജ്ലിസിലുള്ള ഇരുത്തവും നിർത്തി. അപ്പോൾ വീണ്ടും മദ്യപാനം തുടങ്ങി. ഏത് പഴയ രൂപത്തിലാണോ തുടങ്ങിയത്? അല്ല, ആദ്യം ഒരു കുപ്പിയെ കുടിച്ചു, ഇപ്പൊ 2 കുപ്പിയായി. ആദ്യത്തേതിനേക്കാളും സ്ട്രോങ് ആയി കുടിച്ചു എന്നാ പറയുന്നത്. വല്ലാത്ത ബർക്കത്തുള്ള മജ്ലിസാണ് തങ്ങളുപ്പാപ്പാ. അപ്പൊ സ്വലാത്തുൽ ഫാത്തിഹ പൊതില് കിട്ടിയിട്ട് പോയ അതിനെക്കാട്ടിൽ പ്രശ്നം നിങ്ങൾ വീട്ടിൽ തുറന്നു വെച്ചാൽ മതി. ഇതിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണമെന്നില്ല. നിങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കൊന്നും വേണ്ട, നല്ല രീതിയിൽ ഒരു വ്യൂവേഴ്സ് ഉണ്ടാക്കി തന്നാൽ മതി. നിങ്ങൾ ഇത് കാണണമെന്നോ കേൾക്കണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി, എന്നാൽ തന്നെ മതി. വല്ലാത്ത ബർക്കത്തുള്ള മജ്ലിസാണ്. ഈ മഹത്വമുള്ള മഹാനവരുടെ ബർക്കത്തുള്ള മജ്ലിസിലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി പറയുന്ന ഒരു രംഗം. സിഗരറ്റ് വലി നിർത്താൻ കാരണം പണ്ട് ഞാൻ നല്ല വലിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അവറുകൾ മുമ്പ് വലിച്ചത് കൊണ്ട് അദ്ദേഹം സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി ദ്വാരക്കൂല. സിഗരറ്റ് വലി എങ്ങനെയാ? നല്ല രസമുള്ള പരിപാടിയാണോ? നല്ല രസമുള്ള പരിപാടിയാണല്ലേ. തങ്ങളിപ്പോ നല്ലോണം സിഗരറ്റ് വലിച്ചിരുന്നോ? മുമ്പ് നല്ലോണം വലിച്ചിട്ടുണ്ട്. ആള് മോശമില്ലല്ലോ. ഇപ്പൊ വലിക്കാറുണ്ടോ? സിഗരറ്റ് വലിക്കാൻ എങ്ങനെയാ? നല്ല രസമാണോ? ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആള് മോശമില്ല. മഹാനവറുകളുടെ ബർക്കത്തേറിയ മജ്ലിസിലേക്ക് സിഗരറ്റ് വലി നിർത്താനാണ് പറഞ്ഞത്. മുമ്പ് നന്നായി വലിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെതിരെ പ്രാർത്ഥിക്കൊന്നും ചെയ്യില്ല. മാത്രവുമല്ല, അദ്ദേഹം നന്നായി മോട്ടിവേഷൻ നൽകുകയാണ്. ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് എന്നാ പറയുന്നത്. മനസ്സിലായി. തങ്ങളുപ്പാപ്പാനോട് ആ സ്ത്രീ എന്ന് പറഞ്ഞത് സിഗരറ്റ് നിർത്തിക്കാൻ വേണ്ടി. പക്ഷെ തങ്ങളുപ്പാപ്പ നല്ല മോട്ടിവേഷൻ നൽകിയത് കൊണ്ട് അവർക്ക് നന്നായി മനസ്സിലായി. പക്ഷെ അത് വലിക്കുമ്പോ അത് ശരീരം പക്ഷെ വലിക്കുമ്പോ ഒരു സുഖമില്ലേ? ശരീരം പ്രശ്നമായാലെന്തേ? നരകം പോലും പ്രശ്നമില്ലാത്ത താങ്കൾക്ക് സിഗരറ്റ് കൊണ്ട് ശരീരത്തിൽ ദോഷം ചെയ്യുന്നത് വലിയ പ്രശ്നമാണോ? സിഗരറ്റ് വലിക്കാൻ നല്ല സുഖമാണല്ലേ? ഞാൻ പണ്ട് നല്ല മോട്ടിവേഷൻ തന്നെയാണ് ഇദ്ദേഹം നൽകിയത്. നേരത്തെ ഈ ബർക്കത്തുള്ള മജ്ലിസിലേക്ക് മകന്റെ മദ്യപാനം നിർത്താൻ വന്ന് അങ്ങനെ മദ്യപാനം നിർത്തിയ സമയത്ത് മജ്ലിസ് വിട്ടപ്പോൾ നേരത്തെ 1 കുപ്പിയാണ് കുടിച്ചതെങ്കിൽ ഇപ്പോൾ 2 കുപ്പി കുടിക്കുന്നു എന്നാ പറഞ്ഞത്. അതിനുശേഷം വേറൊരു സ്ത്രീ സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അതിന് മോട്ടിവേഷൻ നൽകിയാണ്. ഞാൻ അത് നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കില്ല എന്നാ പറഞ്ഞത്. കാരണം അദ്ദേഹം മുമ്പ് ഒരുപാട് സിഗരറ്റ് വലിച്ച ആളാണ് എന്നാ പറയുന്നത്. പക്ഷെ ചോറൊക്കെ വെച്ചതിന് ശേഷം നല്ല സുഖമാണ് സിഗരറ്റ് വലിക്കാൻ എന്നൊക്കെയാണ് മോട്ടിവേഷൻ നൽകുന്നത്. മജ്ലിസിന്റെ മഹത്വം കേട്ട് വന്ന സ്ത്രീ ഇതൊക്കെ കേട്ടപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എന്തെല്ലോ പറയുന്നുണ്ട് തങ്ങളെ. അവരോടൊന്ന് നിർത്താൻ വേണ്ടി പറയാം. പിന്നെ ഞങ്ങൾ തകരൂല എന്ന് അലറി നിലവിളിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. സ്ത്രീകളൊക്കെ കൊഴിയാൻ തുടങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ വേണ്ടി പറയാം. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീ എന്തെല്ലോ പറയുന്നു. ആ പെരന്റെ ഉള്ളിൽ വർത്താനം താത്ത, ആ വീട്ടിന്റെ ഉള്ളിൽ വർത്താനം താത്ത പുറത്തിറങ്ങാൻ പറ. താത്ത അങ്ങോട്ട് പോയി. ആ താത്ത അവിടെ പോയി വെറുതെ ഫിത്ന ഉണ്ടാക്കിയത്. താത്താനോട് വരാൻ പറയാം. അവിടെ പോയി വർത്താനം പറയാം. വെറുതെ ഫിത്ന ഉണ്ടാക്കിയത്. തങ്ങളുപ്പാപ്പ ഒന്ന് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്ക് ഈ മജ്ലിസിന്റെ പവർ എന്താണ് എന്ന്. വല്ലാത്ത പവറുള്ള വല്ലാത്ത ബർക്കത്തുള്ള മജ്ലിസാണ്. അതുകൊണ്ട് കളിക്കേണ്ട കളി. ഈ മജ്ലിസിലേക്ക് സ്ത്രീകൾ എത്രയാണ് പണം തരുന്നത്? ഒരു സഹോദരി അവരുടെ ഭർത്താവ് വന്നിട്ട് 1 ലക്ഷം രൂപയെ തന്നത്.
എത്രയാണ് തന്നത്? മനസ്സിലായില്ല. കിतना പൈസ दिया? कितना? कितना? बंगाली क्या बोला? एक साल, एक 1 साल रुपए दिया. देखो 1 साल रुपए दिया. कितना पावरफुल मजलिस है. 1 साल रुपയാണ് കിട്ടിയത് നമ്മൾ തങ്ങളുപ്പാപ്പാക്ക്. 1 ലക്ഷം രൂപക്ക് ഉറുദുവിൽ പറയുന്നതാണ് 1 സാൽ റുപ്പ എന്ന്. നിങ്ങൾ ഇതുവരെ കേട്ടില്ലല്ലോ. ഇതൊരു പുതിയ അറിവായി നിങ്ങൾ എല്ലാവരും എടുക്കുക. തങ്ങളുപ്പാപ്പാന്റെ മഹത്വമുള്ള മജ്ലിസിൽ നിന്ന് പറഞ്ഞതാണ്. വെറുതെ കുരുത്തക്കേട് കിട്ടും, കളിയാക്കാൻ നിൽക്കണ്ട.